श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम ലോകാഭിരാമ ജയ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന 7ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. രാമായണത്തിൻ്റെ ആന്തരിക കഥയുടെ തത്വങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് പല അത്ഭുതങ്ങളും നമുക്ക് ഒരു സാഗരത്തിനടിയിൽ രത്നവും പവിഴവും മുത്തൊക്കെ ഉള്ളതുപോലെയാണ്. താടകാവധത്തിൻ്റെ പൊരുൾ എന്താണ്? എന്തിനാണ് ഖരദൂഷണ തൃശ്ശിരസ് വധം നടത്തിയത്? കുംഭകർണവധവും രാവണവധവും എന്തിനു വേണ്ടിയാണ്? ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ സത്യധർമാദികളുടെ പരിപാലനം, ധർമ്മസംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ സംഭവാമി യുഗേ യുഗേ. അത് രാമനിൽ നിന്ന് തുടങ്ങുകയാണ്. ധർമ്മസംരക്ഷണത്തിന് വേണ്ടി യുഗങ്ങൾ തോറും ആദ്യം അവതരിച്ചത് സാക്ഷാൽ ശ്രീരാമനാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതാണ് ഒരു മനുഷ്യൻ്റെ 4 ആശ്രമങ്ങൾ. ഈ 4 ആശ്രമങ്ങളിലൂടെയും കടന്നു പോയിട്ട് വേണം നമുക്ക് മോക്ഷപഥത്തിലേക്ക് എത്താൻ. അതിലാദ്യത്തെ ഒരു മനുഷ്യായുസ് 100 ആയാൽ അതിനെ 4ആക്കി ഭാഗിച്ചാൽ ആദ്യത്തെ 25 വർഷം ഒരാൾ ബ്രഹ്മചാരിയായിരിക്കണം. ബ്രഹ്മചാരി എന്ന വാക്കിന് ബ്രഹ്മത്തെ അറിയുക അല്ലെങ്കിൽ ജ്ഞാനം നേടുക. ആ സമയത്ത് കുടുംബജീവിതം നയിക്കരുത്, വിവാഹാദി കർമ്മങ്ങൾ പാടില്ല. അതിൽ പുരുഷന് 25 വയസ്സ് നിഷ്കർഷിച്ചിരുന്നു, അതിന് ഉള്ളിൽ വിവാഹം പാടില്ല. സ്ത്രീക്ക് 20 വയസ്സ് കഴിയണമെന്നും പറഞ്ഞിരുന്നു പൂർവികരായ വിഷ്ണുധർമ്മ സൂത്രത്തിലൊക്കെ. ആ കാലയളവിലാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മുഴുവൻ ജ്ഞാനവും അറിവും നേടേണ്ടത്. അതാണ് ബ്രഹ്മചര്യം. പണ്ട് ഗുരുകുലത്തിൽ ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗുരുകുലവാസം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് ഗുരു എല്ലാ ശിഷ്യന്മാരെയും പഠനം 12 വർഷമാവാം, 24 വർഷമാവാം. ഓരോരാളും അറിവിന് വേണ്ടി എത്ര കാലം ഇരിക്കുന്നു അത്രയും കാലം ഗുരുകുലത്തിൽ പഠിച്ചിറങ്ങുമ്പോൾ ആ ആശ്രമത്തിലെ ഗുരുവായിരിക്കും. ഇന്നത്തെ സ്കൂൾ പോലെയല്ല. ഇന്നത്തെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ അധ്യാപകരുണ്ട്. ഓരോ ആശുപത്രിയിലും ഓരോ വിഭാഗം, കണ്ണിന് ഡോക്ടർ, കാതിന് ഡോക്ടർ, ബ്രെയിൻ ന്യൂറോ ഒക്കെ പറയുന്നത് പോലെ അന്നത്തെ ഗുരുകുലത്തിൽ എല്ലാം അറിയുന്ന സകല കലാവല്ലഭനായിരുന്നു ഒരാചാര്യൻ. ശിഷ്യൻ്റെ സമ്പൂർണമായ കഴിവുകൾ കണ്ടെല്ലാ അറിവും കൊടുക്കും. ആ ശിഷ്യരെല്ലാം വിടവാങ്ങുന്ന സമയത്ത് പറഞ്ഞിരുത്തി അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുന്ന ഭാഗമുണ്ട്. അത് തൈത്തിരീയ ഉപനിഷത്ത് വായിച്ചാൽ മനസ്സിലാകും. തൈത്തിരീയ ഉപനിഷത്തിലാണ് ഇക്കാര്യം പറയുന്നത്. നീ ഇവിടുന്ന് പോയാൽ എങ്ങനെ കുടുംബജീവിതം നയിക്കണം? നീ ഇവിടുന്ന് ഗൃഹസ്ഥാശ്രമത്തിൽ പോകുന്നത് എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? സത്സന്താനങ്ങൾ ഉണ്ടാകാനാണ്. ശ്രേഷ്ഠമായ പഞ്ചയജ്ഞങ്ങൾ ചെയ്യണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. അത് ഏത് വിധം ചെയ്യണം? ഒരു ടെക്സ്റ്റ് സ്റ്റഡി. ഒരു മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൽ ഭൗതികമായി അനുവർത്തിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അന്ന് ഗുരുക്കന്മാർ ശിഷ്യരെ ഒന്ന് അനുവർത്തിക്കാൻ പറയും. ഇപ്പോഴും നമുക്ക് അറിയേണ്ട കാര്യം, ബനാറസിലെ കാശിയിലുള്ള ഹിന്ദു വിശ്വവിദ്യാലയത്തിൽ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ക്ലോസിംഗ് സെറിമണി എന്ന് പറഞ്ഞാൽ BA PG ഒക്കെ കഴിഞ്ഞ് സർട്ടിഫൈഡ് ആയിട്ട് എല്ലാവരും സമ്മേളിക്കുമ്പോൾ അവിടുത്തെ വൈസ് ചാൻസലർ ഈ തൈത്തിരീയ ഉപനിഷത്തിലെ പണ്ട് ഗുരുകുലങ്ങളിൽ നടന്ന കാര്യങ്ങൾ പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ വർണ്ണാശ്രമത്തിൽ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ, ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഗുരുകുലത്തിൽ നിന്ന് ഗുരുകുലം വിട്ട് പുറത്തിറങ്ങുന്ന ശിഷ്യന് 3 വഴികൾ സ്വീകരിക്കാം. അതുകൊണ്ട് ഗുരുനാഥൻ പറയും, നേരെ തന്നെ പോയിട്ട് ജോലി ചെയ്ത് കല്യാണം കഴിക്കരുത്. ഒന്ന് നാടിനെ അറിയണം, ഈ ലോകത്തെ അറിയണം. അതുകൊണ്ട് ഭാരതവർഷം മുഴുവൻ ഒരു സഞ്ചിയും ചുമലിൽ തൂക്കി ഒരു ഊന്നുവടിയായിട്ട് ഭിക്ഷയാചിച്ച് പോകണമെന്ന. എന്തിനാണ് ഭിക്ഷ എടുക്കുന്നത്? നമ്മൾ ഒരാളുടെ മുന്നിൽ ആഹാരത്തിനോ മറ്റു കാര്യത്തിനോ കൈ നീട്ടുമ്പോൾ നമ്മുടെ അഹം ഉടയുകയാണ് ചെയ്യുന്നത്. ഞാനെന്ന ഭാവം ഇല്ലാതാവുന്നവന് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ്.
ഈ 1-2 വർഷത്തെ ജീവിതം കൊണ്ട് ഈ ആശ്രമവാസി, ഗുരുകുലവാസി ഭാവജീവിതത്തെപ്പറ്റി അവനൊരു ധാരണയുണ്ടാവും. ഞാൻ ഗൃഹസ്ഥാശ്രമിയാകണോ, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ പോകാതെ വാനപ്രസ്ഥത്തിലേക്ക് പോകണോ, അല്ലെങ്കിൽ സമ്പൂർണ്ണ ന്യാസം എന്ന സന്യാസത്തിലേക്ക് പോകണോ? അത് ആ വിദ്യാർത്ഥിയുടെ ചോയ്സാണ്. ഈ 4 ആശ്രമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമം ഏത്? രാമായണം ഏതാണ് പറയുന്നത്? ബ്രഹ്മചര്യമാണോ, ഗാർഹസ്ഥ്യമാണോ, വാനപ്രസ്ഥമാണോ, സന്യാസമാണോ? രാമായണം അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നത് ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും ശ്രേഷ്ഠം. മറ്റ് എല്ലാ ആശ്രമങ്ങളും ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ് അതിൻ്റെ ഊർജം നേടുന്നത്. അപ്പോൾ രാമായണം ഗൃഹസ്ഥാശ്രമത്തെ പ്രമുഖമായിട്ട്, കുടുംബജീവിതത്തെ, രാമായണത്തിൽ സാഹോദര്യ ബന്ധമുണ്ട്, രാമായണത്തിൽ പിതൃപുത്ര ബന്ധമുണ്ട്, രാമായണത്തിൽ ഭാര്യാഭർത്തൃബന്ധമുണ്ട്, സാഹോദര്യ ബന്ധമുണ്ട്, മക്കളും അച്ഛനും തമ്മിലുള്ള ബന്ധമുണ്ട്. ഒരു ജീവിതത്തെ എങ്ങനെ സാർത്ഥകമാക്കാമെന്നുള്ള കാര്യവിചാരങ്ങളുണ്ട്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തെ, അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രമീമാംസയെ, പ്രജായത്ത ഭരണം എങ്ങനെ, ലോകത്തിന് ആദ്യമായിട്ട് മന്ത്രിസഭകളും ക്യാബിനറ്റ്, ദശരഥൻ്റെ പ്രമുഖമായ ക്യാബിനറ്റിൽ 8 മന്ത്രിമാരുണ്ടായിരുന്നു. ലോകം അങ്ങനെ കാട്ടുവാസികളായി കഴിയുന്ന കാലത്താണ് ഭാരതത്തിൽ ഒരു ഭരണകൂടവും ക്യാബിനറ്റും സഭകളും കാര്യാലോചനാ സഭകളും ജനസഭയും രാജ്യസഭയൊക്കെ ഉണ്ടായിരുന്നു നോക്കണം. അപ്പോൾ ഈ കാവ്യത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഊന്നിക്കൊണ്ട് ഒരു കുടുംബ ഭരണത്തെ, കുടുംബജീവിതത്തെ നമുക്ക് മനോഹരമായി വരച്ചു കാണിക്കുകയാണ്. ഇതാണ് ഇതിഹാസ ഗ്രന്ഥകാരന്മാരായ വ്യാസനും വാൽമീകിയും ചെയ്തത്. ഇന്നും ഭാരതം ആ 2 മനീഷികൾ എഴുതിയ ഗ്രന്ഥത്തെ പിന്തുടർന്നാണ് ജീവിതധർമ്മങ്ങൾ പഠിച്ചത്. ഉത്തരേന്ത്യയിലൊക്കെ ഇന്നും ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്ന അക്ഷരാഭ്യാസമില്ലാത്ത സാധാരണക്കാർ പോലും ചൊല്ലും രാമനാമ സത്യഹേ എന്ന്. സത്യത്തിനൊരു പേരേ ഉള്ളൂ, അത് ശ്രീരാമനാണ് എന്ന്. ഇത് നമ്മെ പഠിപ്പിച്ചത് വാൽമീകിയാണ്. പുരുഷാർത്ഥങ്ങൾ, ധർമാർത്ഥ, കാമമോക്ഷങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വ്യാസനാണ്. വ്യാസൻ ലോകാതീതനാണെന്ന് പറയാം. ഈ ലോകത്ത്, ഭാരതത്തിൽ, മഹാഭാരതത്തിൽ പറയാത്ത കാര്യങ്ങളില്ല. ഇതിഹാസ്തി തതന്യത്ര, ഇതിൽ പറയാത്തതൊന്നുമില്ല എന്ന് സധൈര്യം ലോകരോട് പറഞ്ഞത് വ്യാസനാണ്. എന്നാൽ വാൽമീകി ലൗകികനാണ്, വികാരപരമാണ്. രാമായണം നമുക്ക് കരയാതെ, കണ്ണീരണിയാതെ വായിക്കാൻ കഴിയില്ല. എന്നാൽ മഹാഭാരതം തത്വചിന്താപരമാണ്. വാൽമീകി വിലപിക്കും. നമുക്കറിയാം, സീതയെ കാണാതായ സമയത്ത് രാമൻ്റെ വിലാപം, അത് വാൽമീകിയുടെ വിലാപമാണ്. മരങ്ങളോടും പക്ഷികളോടും തിര്യക്കുകളോടും കണ്ടുവോ എൻ്റെ സീതയെ എന്ന് രാജീവലോചനൻ ചോദിക്കുമ്പോൾ ആ നയനങ്ങൾ ഈറനണിയുമ്പോൾ വായിക്കുന്നവരും കരയും. അതാണ് വാൽമീകി എങ്കിൽ വ്യാസഹൃദയം അങ്ങനെ പെട്ടെന്ന് തപിക്കുന്നതല്ല, കരയുന്നതല്ല. നമ്മൾ പറയാൻ തുടങ്ങിയാൽ വാൽമീകി അങ്ങനെ പറഞ്ഞ് ഒഴുകി ഒരു പ്രകൃതി വർണ്ണനയാണെങ്കിൽ, ഗംഗയുടെ വർണ്ണനയാണെങ്കിൽ, അളകനന്ദയുടെ വർണ്ണനയാണെങ്കിൽ, മന്ദാകിനിയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ, പമ്പയെക്കുറിച്ച്, പമ്പാസരസ്ഥലം വാൽമീകി ഒന്ന് വായിച്ചു നോക്കണം. ഇത്രയും മനോഹരമായിട്ട് ഒരു വരച്ച് കാണിക്കുന്നത് പോലെ ആ നദീതീരവും അവിടെയുള്ള ശാഖോപശാഖകളായ മരങ്ങളും പക്ഷിമൃഗാദികളും അവരുടെ ജീവിത രീതിയും ആകാശവും ഋതുഭേദങ്ങളും ഒക്കെ ഇത്രയും മനോഹരമായിട്ട് ലോകത്ത് ഉപമാ കാളിദാസ എന്ന് നാം പഠിച്ചിട്ടുണ്ടെങ്കിലും വാൽമീകിയോളം കാളിദാസനും വരില്ല. അത്രയും മഹിമയാർന്ന് തൻ്റെ തൂലിക ചലിപ്പിച്ച ഋഷിയാണ് എന്ന് മാത്രമല്ല, അതൊരു സത്യമാണ്. പറയാൻ തുടങ്ങിയാൽ വാൽമീകിയുടെ തൂലിക നിർത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നാൽ വ്യാസനങ്ങല്ല, വാഗ്മിയാണ്. മിതം സചാരം വചോഹി വാഗ്മിത. മിതമായിട്ട് മാത്രമേ, അല്ലെങ്കിൽ കാച്ചിക്കുറുക്കിയിട്ട് മാത്രമേ വ്യാസൻ പറയൂ. വാൽമീകി അത്
അത് മനോഹരമായിട്ടൊരു ഒരു ഗംഗാ പ്രവാഹമായിട്ട് പറയാൻ കഴിയും. വാൽമീകി വികാരങ്ങളെ കൊണ്ട് വാക്കുകൾ സൃഷ്ടിക്കും. വികാരങ്ങളെ കൊണ്ട് വാക്കുകൾ സൃഷ്ടിക്കാൻ വാൽമീകിക്കും എടുക്കുന്നുണ്ടെങ്കിൽ വ്യാസൻ അതൊരു ചെറു തേങ്ങലിൽ ചിലപ്പോൾ ഒതുക്കിയെന്ന് വരും. വാൽമീകിയുടെ രാജ്യതന്ത്രം വളരെ ശ്രേഷ്ഠമാണ്. അത് കിഷ്കിന്ധയിലായാലും ലങ്കയിലായാലും അയോധ്യയിലായാലും മിഥിലയിലായാലും സൈകതത്തിലായാലും എവിടെയായാലും ഈ രാഷ്ട്രതന്ത്രത്തെ, രാഷ്ട്രമീമാംസയെ ശൂർപ്പണഖ ലങ്കയിലെ രാജസഭയിൽ പോയിട്ട് പറയുന്ന ഒരു സഭാപ്രസംഗമുണ്ട്. ഇന്നൊരു പക്ഷേ ഒരു ലോകത്തൊരു നേതാവും അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഇത്രയും ഉജ്ജ്വലമായി പ്രസംഗിച്ചിട്ടുണ്ടാവില്ല ശൂർപ്പണയുടെ പ്രസംഗം. ഇതൊക്കെ വാൽമീകി എഴുതി വെച്ചത് നമ്മൾ ഒക്കെ പഠിച്ച് അതിലൂടെ ഊർജം നേടാനാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യതന്ത്രവും അല്ലെങ്കിൽ വാൽമീകിയുടെ ഹൃദയസ്പന്ദനം അങ്ങനെ ഭാരതത്തിന് വേണ്ടി തുടിച്ചതാണെന്ന് പറയാം. ഒരു ഉത്തമ ദേശഭക്തൻ്റെ ഹൃദയം കൂടി വാൽമീകിയിലുണ്ടായിരുന്നു. ആ സേതു ഹിമാചലം അങ്ങ് മിഥില ഇന്ന് നേപ്പാളിലാണ്. നേപ്പാളിൽ നിന്ന് തുടങ്ങി രാമൻ്റെ യാത്ര ഈ കർക്കടക മാസത്തിൽ നമുക്ക് ചിന്തിക്കണം. അങ്ങ് ലങ്ക വരെ ഈ ഭൂമിശാസ്ത്രം സകലതും നമുക്കൊരു പക്ഷേ കിഷ്കിന്ധാഖണ്ഡത്തിൽ വരുമ്പോൾ സുഗ്രീവൻ്റെ ഭൂമിശാസ്ത്ര പാഠവും എടുക്കേണ്ടത് വാൽമീകിയുടെ ജ്ഞാനമാണ്. വീണ്ടും നമുക്കടുത്ത ദിവസം ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭി